മതവും അച്ചടക്കവും നിലനിർത്തിക്കൊണ്ട് ആദരവും നിലനിർത്തിക്കൊണ്ട് നവോത്ഥാനത്തെ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്നതാണ് സമസ്തയുടെ നാൾവഴികളിൽ നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ കേവലം ഏതെങ്കിലും ആളുകളിൽ നിന്നുകൊണ്ടാകുന്ന ഭാഷാ പരിജ്ഞാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു മേഖലകളില്ല. എല്ലാം നല്ലതാണ്, എല്ലാം ഹൈറാണ്. അവരെ പഠിച്ചതും പഠിപ്പിച്ചതും നടത്തുന്നതുമൊക്കെ സ്വാഗതാർഹമാണ്. പക്ഷേ അദബ് ലംഘിച്ചാൽ, അനാദരവ് പ്രകടിപ്പിച്ചാൽ അതിൽ നിന്നുകൊണ്ട് സമൂഹത്തെ നേരായ വഴിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം സമസ്തക്കുണ്ട്. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അതുവരെ പറയേണ്ടവർക്കൊക്കെ പറയാം, അതുവരെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യേണ്ടവർക്ക് ചർച്ച ചെയ്യാം. അത് മാന്യമായി കൊണ്ടായിരിക്കണമായിരുന്നു. പക്ഷെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ 40 അംഗ മുഷാവറയിൽ അന്ന് വന്ന എല്ലാ 35-ലധികം വരുന്ന ഉസ്താദുമാരും ഒറ്റക്കെട്ടായി അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇജ്മാ ആയി ഒരു തീരുമാനമെടുത്താൽ അതാണ് സമസ്തയുടെ അവസാനത്തെ വാക്ക്. സമസ്തയുടെ ഏകോപന സമിതി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്താൽ അതുമാണ് സമസ്തയുടെ അവസാനത്തെ വാക്ക്. അതിന്മേൽ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്, അതിനെ ഓഡിറ്റ് ചെയ്യുന്നത് പാരമ്പര്യത്തിന്റെ ഒരു പ്രസ്ഥാനത്തിനോ അദബിന്റെ മേൽ കെട്ടിപ്പൊക്കപ്പെട്ട ഒരു സമാജത്തിന്റെയോ അണികൾക്ക് ചേർന്ന പാരമ്പര്യമല്ല. നമ്മൾ അവിടെ വിശ്വസിക്കുന്നു. 40 അംഗ മുഷാവറ മെമ്പർമാർ ഒരാളെ പുറത്താക്കിയാൽ, ഒരാളോട് മാറി നിൽക്കാൻ പറഞ്ഞാൽ അത് സമസ്തയുടെ അവസാനത്തെ വാക്കാണ്. അത് അംഗീകരിക്കാൻ കേരളത്തിലെ മുസ്ലിം ബഹുജന സാമാന്യം സമസ്തയിൽ വിശ്വാസമർപ്പിച്ച മുഴുവൻ ജനങ്ങളും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ആരെങ്കിലും അതിന്മേൽ വീണ്ടും ഒരു ചർച്ച സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ആ മൈതാനം കുളമാക്കാനാണ് ശ്രമമെങ്കിൽ അവർക്കൊക്കെ കേവലം അല്പായുസ് മാത്രമേ ഉണ്ടാവൂ. സമസ്തയുടെ വഴിയിലേക്ക് എല്ലാവരും, ഞങ്ങളുടെ കൂടെ ഇന്ന ആളുണ്ടെന്നാരും ധരിക്കണ്ട, എല്ലാവരും സമസ്തയുടെ വഴിയിലേക്ക് വരും. കഴിഞ്ഞ ചരിത്രം അതാണ്. ഇന്നാർക്കെങ്കിലും സമസ്തയുടെ തീരുമാനത്തിൽ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ ഈ സംഘടനയുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും. എല്ലാവരും സമസ്തയുടെ വഴിയിലേക്ക് വരും. കഴിഞ്ഞ ചരിത്രം അതാണ്. ഇന്നാർക്കെങ്കിലും സമസ്തയുടെ തീരുമാനത്തിൽ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ ഈ സംഘടനയുടെ തീരുമാനത്തെ അംഗീകരിക്കാൻ എല്ലാവരും മുന്നോട്ട് വരും.